ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു സൈബർ ടെക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഗാരി മെക്നൻ എന്ന് പറയുന്ന ലോകത്തെ കിടുകിട വിറപ്പിച്ച ഒരു ഹാക്കറുടെ കഥയാണ്. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. ഇദ്ദേഹം ഹാക്ക് ചെയ്ത ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ US മിലിറ്ററിയുടെ വെബ്സൈറ്റുകൾ, അതുപോലെ US മിലിറ്ററിയുടെ വെപ്പണറീസ് എല്ലാം, ഡാറ്റാസ് എല്ലാം സൂക്ഷിക്കുന്ന സെർവറുകളെല്ലാമായിരുന്നു ഇദ്ദേഹത്തിന്റെ ഇരകൾ. അതുപോലെ നാസയുടെ വെബ്സൈറ്റും ഇദ്ദേഹം ഹാക്ക് ചെയ്തിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഒരു വർഷത്തേക്ക് ഹാക്ക് ചെയ്ത് വെക്കുകയായിരുന്നു. ഈ ഒരു സംഭവം ഉണ്ടാക്കിയ നഷ്ടം എന്ന് പറയുന്നത്, അതായത് US ഗവൺമെന്റിനെ ഉണ്ടാക്കിയ നഷ്ടം എന്ന് പറയുന്നത് $12 കോടി ആയിരുന്നു. അതുപോലെ തന്നെ US ഗവൺമെന്റിന് ഇത്തരത്തിലൊരു ഹാക്കിംഗ് നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതോടെ 24 മണിക്കൂർ നേരത്തേക്ക് US ആർമിയുടെ എല്ലാ നെറ്റ്വർക്ക് സിസ്റ്റവും ഡൗൺ ചെയ്തു, അതായത് സ്റ്റോപ്പ് ചെയ്തു വെക്കുകയായിരുന്നു. 24 മണിക്കൂർ നേരത്തേക്ക് യാതൊരു തരത്തിലുള്ള നെറ്റ്വർക്കും ഇല്ലാതെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇദ്ദേഹം എത്ര ഹൈ ലെവൽ ഹാക്കിംഗ് ആണ് ചെയ്തിരിക്കുന്നതെന്നും എത്ര ഹൈ ലെവൽ ഒരു ഹാക്കർ ആണെന്നും. അതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റ് ആണ്, ഇദ്ദേഹം ഇത്രയും വലിയ ഹൈ ലെവൽ ഹാക്കിംഗ് ചെയ്തത് ഒരിക്കലും ഒരു ലാബിൽ ഇരുന്നോ, അതായത് കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളും എല്ലാം അടങ്ങിയ ഒരു ഹാക്കിംഗ് ലാബിലിരുന്നോ അല്ല ചെയ്തത്. ഇദ്ദേഹം ചെയ്തത് ഇദ്ദേഹത്തിന്റെ ഗേൾ ഫ്രണ്ടിന്റെ ഒരു ആന്റിയുടെ വീട്ടിലിരുന്നാണ് US ഗവൺമെന്റിന്റെ വെബ്സൈറ്റുകളും വെപ്പണറീസിന്റെ ഡാറ്റ സെർവറുകളും എല്ലാം ഹാക്ക് ചെയ്തത്. ഇത്രയും കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇദ്ദേഹം ആ ഒരു സമയത്ത് US-ൽ എത്രമാത്രം തരംഗമായിട്ടുണ്ടാകുമെന്ന്. ഇദ്ദേഹം ഹാക്ക് ചെയ്യുമ്പോൾ സോളോ എന്ന് പറയുന്ന ഒരു പേരിലായിരുന്നു ഹാക്കിംഗ് എല്ലാം ചെയ്തിരുന്നത്. സോളോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹം തനിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നൊരു ഐഡിയ ലഭിക്കാൻ വേണ്ടിയായിരുന്നു. അതുപോലെ അദ്ദേഹം ആ ഹാക്ക് ചെയ്ത ആ ഒരു വർഷത്തിന്റെ ഉള്ളിൽ ഗവൺമെന്റിന്റെ പല സെൻസിറ്റീവ് ഡാറ്റാസും ഫയൽസും എല്ലാം മോഷ്ടിക്കുകയും ആർമി, നേവലിന്റെ വെപ്പൺ സപ്ലൈയുടെ പല സെൻസിറ്റീവ് ഡാറ്റകൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇത് US ഗവൺമെന്റിന് വലിയൊരു തലവേദനയായി മാറിയിരുന്നു. അങ്ങനെ അവസാനം ഗാരി മെക്നനെ US ഗവൺമെന്റ് പിടികൂടി. അതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ആണ്, ഇദ്ദേഹം ഇത്തരം ഹാക്കിംഗ് ചെയ്തതല്ല ഒരിക്കലും പൈസ ലഭിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ബ്ലാക്ക് മെയിലിംഗ് അത്തരത്തിലുള്ള ഒരു രീതിക്ക് വേണ്ടിയായിരുന്നില്ല. ഇദ്ദേഹം ഒരു ഹോബി അല്ലെങ്കിൽ അതിലുപരി അദ്ദേഹത്തിന് ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു, ഇതിനപ്പുറം എന്താണ് എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയാണ് ഇദ്ദേഹം ഇത്തരം ഹൈ ലെവൽ ഹാക്കിംഗ് ചെയ്യുന്നതിനുള്ള ഒരു പ്രചോദനമായത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ അദ്ദേഹം ഇത്തരം ഹാക്കിംഗ് എല്ലാം ചെയ്ത് ഒരു നാൾ US ഗവൺമെന്റിന്റെ പിടിയിലായി. അപ്പോൾ US ഗവൺമെന്റ് അദ്ദേഹത്തിനോട് ചോദിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്രയും നാൾ മോഷ്ടിച്ച എല്ലാ ഡാറ്റകൾ എല്ലാം എവിടെയാണ്, അത് തിരിച്ചു നൽകാനായിരുന്നു അവർ ആവശ്യപ്പെട്ടത്. എങ്കിൽ ഗാരി മെക്നൻ പറഞ്ഞത് അത്തരം ഡാറ്റകളെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നതാണ്. ഇത് US ഗവൺമെന്റിനെ വലിയൊരു സാമ്പത്തിക നഷ്ടത്തിലേക്കാണ് കൊണ്ടെത്തിച്ചത്. അങ്ങനെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തെങ്കിലും US ഗവൺമെന്റിന് അദ്ദേഹത്തിനെ വെറുതെ വിടേണ്ട ഒരു അവസ്ഥ വരികയായിരുന്നു. കാരണം ഗാരി മെക്നിന് മെന്റൽ ഇൽനെസിന്റെ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട്, അതായത് ഇദ്ദേഹത്തിന് ചെറിയൊരു ഭ്രാന്ത് ഉള്ളതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് US ഗവൺമെന്റിന് ഇദ്ദേഹത്തിനെതിരെ ഒരു ആക്ഷനും എടുക്കാനായിട്ട് സാധിച്ചില്ല. അതേസമയം അദ്ദേഹത്തെ ശിക്ഷിക്കാൻ വേണ്ടി കോടതിയിലോട്ട് കൊണ്ടുപോകുന്ന ദിവസം പല ഹാക്കർ ഗ്രൂപ്പുകളിൽ നിന്നും അതുപോലെ പല സെലിബ്രിറ്റീസും അതിനെ തടയുന്നതിന് വേണ്ട രീതിയിൽ, അതായത് പലതരത്തിലുള്ള പ്രൊട്ടസ്റ്റുകളും സംഭവവികാസങ്ങളും അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഹാക്ക് ചെയ്തതല്ല, അതായത് ഗാരി മെക്നൻ ഹാക്ക് ചെയ്തതല്ല ഇവിടെ പ്രശ്നം. എങ്ങനെയാണ് ഇത്തരത്തിൽ US ഗവൺമെന്റിന്റെ ഇത്രയും സെൻസിറ്റീവായ ഡാറ്റ ലീക്ക് ആയത്, അല്ലെങ്കിൽ ഒരാൾക്ക് ഹാക്ക് ചെയ്യാനായിട്ട് എങ്ങനെ സാധിച്ചു? അതിനർത്ഥം നിങ്ങൾ ഗവൺമെന്റ് അവിടെ അത്തരം ഡാറ്റകൾക്ക് കൊടുത്തിരിക്കുന്ന സെക്യൂരിറ്റി വളരെ മോശമായതുകൊണ്ടാണ്. അത് ഒരിക്കലും വേറൊരു വ്യക്തിയുടെ തലയിൽ ചുമത്തരുത് എന്നും പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിൽ, അതായത് അത്തരം ഡാറ്റ സെർവറുകളുടെ സെക്യൂരിറ്റി നോക്കുന്ന ഉദ്യോഗസ്ഥരെയാണ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടേണ്ടത് എന്നുള്ള വാദങ്ങളായിരുന്നു അന്ന് ഉയർന്നു വന്നത്. ഇത്തരം വാദങ്ങൾ ഗവൺമെന്റിന് ഇദ്ദേഹത്തെ, അതായത് നമ്മുടെ ഗാരി മെക്നനെ
വെറുതെ വിടേണ്ട ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു. ഗാരി മെക്നൻ ഇതെല്ലാം ഒറ്റയ്ക്കാണ് ചെയ്തതെന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്കൊക്കെ ഒന്ന് കോരിത്തരിക്കുന്നത് അല്ലെ. അതുപോലെ ഇദ്ദേഹത്തിന്റെ പിൻകാല ജീവിതത്തിലോട്ട് നമ്മൾ നോക്കുമ്പോഴാണ് 1906 ഇദ്ദേഹത്തിന്റെ ജനനം. പക്ഷേ 14-15 വയസ്സ് മുതൽ സോഫ്റ്റ്വെയർ നിർമ്മാണവും അതുപോലെ പ്രോഗ്രാമിംഗ്, അത്തരത്തിലുള്ള കോഡിംഗ് തുടങ്ങിയ എന്നീ മേഖലകളിലായിരുന്നു അദ്ദേഹത്തിന് കൂടുതലും താല്പര്യം. ആ ഒരു ക്യൂരിയോസിറ്റിയും ആവേശവും തന്നെയായിരിക്കും ലോകമെമ്പാടും ഇന്ന് അറിയപ്പെടുന്ന ഒരു ഡേഞ്ചറസ് ഹാക്കറായി മാറ്റിയത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ താഴെ ലൈക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ഗുഡ് ബൈ.